എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഞാനിന്ന് ഹരിനാമ കീർത്തനത്തിലെ 48ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമാണ് പറയുന്നത്. ധന്യോഹമെന്നു അതിമന്യോഹമെന്നു അതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നും ഇതി എന്നല്ല കാണൊരു കൊടുങ്കാടുടംഭമയ ഒന്നിച്ചുകൂടിയത് നാരായണായ നമ. അതായത് ധന്യോഹമെന്നും അതിമന്യോഹമെന്നി അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനുമെന്നുടൻ ഒന്നല്ല കാണൊരു കൊടുങ്കാടുടംഭമയ ഒന്നിച്ചുകൂടിയത് നാരായണായ നമ. എൻ്റെ വാക്കർത്ഥം: അഹം ധന്യഹ എന്നും ഐശ്വര്യ മഹിമ കൊണ്ട് ഞാൻ ധന്യനാണെന്നും, അഹം അതിമാന്യഹ എന്നും ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ മാന്യനാണ് എന്നും, ഞാൻ അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാൻ വേണ്ടതിലധികം പുണ്യകർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാണെന്നും, എന്നല്ല ഇതി ദംഭമയം ഒരു കൊടുങ്കാട് അനേക തരത്തിൽ ഇപ്രകാരം മതമയമായ ഒരു കൊടുങ്കാട് തന്നെ ഒന്നിച്ചുകൂടിയത് കാണുക. ഭക്തിഹീനനായ ഒരു മനുഷ്യന്റെ ചിത്തത്തിൽ ഒരുമിച്ച് തഴച്ചു വളരുന്നത് കാണാൻ കഴിയും. നാരായണായ നമ, നാരായണന് നമസ്കാരം. ഇതാണ് എൻ്റെ വാക്കർത്ഥം. ഇനി ആശയം പറയാണ്. ഐശ്വര്യ മഹിമ കൊണ്ട് ഞാൻ ധന്യനാണെന്നും, ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ മാന്യനാണെന്നും, ഞാൻ വേണ്ടതിലധികം പുണ്യകർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാണെന്നും, അനേക തരത്തിൽ ഇപ്രകാരം മതമയമായ ഒരു കൊടുങ്കാട് തന്നെ ഭക്തിഹീനനായ മനുഷ്യന്റെ ചിത്തത്തിൽ ഒരുമിച്ച് തഴച്ചു വളരുന്നത് കാണാൻ കഴിയും. നാരായണനായി നമസ്കാരം. അപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടോ, കൊടുങ്കാടെന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എന്ത് കൊടുങ്കാട്? ഒന്നിച്ചുകൂടി കൊടുങ്കാട്, ഡംഭമയമായ കൊടുങ്കാട്. കൊടുങ്കാടെന്ന് വെച്ചാൽ കാട്ടിൽ എന്തെല്ലാം വന്യമൃഗങ്ങളും നല്ല കാര്യങ്ങളും നല്ല മരങ്ങളും ചെടികളും സുഗന്ധമയമായ വൃക്ഷങ്ങളും പൂക്കളും ഒക്കെ എല്ലാം നിറഞ്ഞതാണ് അല്ലേ ഈ കൊടുങ്കാട്ടിലെ വന്യമൃഗങ്ങളാണ് ഏറ്റവും വലിയ അതിലെ പ്രധാനം. അതിനുപരി വലിയ വലിയ വൻ വൃക്ഷങ്ങൾ അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്മയും തിന്മയും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് കൊടുങ്കാട്. ആ കൊടുങ്കാടിനെ മനുഷ്യൻ്റെ ദമ്പ് അല്ലേ, ദമ്പമയമായ അതായത് ദമ്പും മറ്റുള്ള വികാരങ്ങളൊക്കെ ചേർത്ത് വരുന്ന ആ ഒരു ഭാവത്തോടാണ് ആചാര്യൻ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ ചിത്തം ദമ്പമയമായ കൊടുങ്കാട് വളരുന്നത് എപ്രകാരമാണ്? അതുപോലെ അത് ഞാൻ പ്രഭുവാണ്. പ്രഭു എന്ന് പറഞ്ഞാൽ പിന്നെ അതിലപ്പുറമൊന്നും ഇല്ലല്ലോ. പ്രഭുവിനെ ആര് കണ്ടാലും വന്ദിക്കും ഇല്ലേ? പ്രഭുകുമാരനാണല്ലേ, പ്രഭുവാണ്. ആ ഒരു ഏരിയ അവരുടെ കയ്യിലാണ് എല്ലാ രീതിയിലും ഇല്ലേ? അപ്പോൾ അതാണ് സുഖസമ്പന്നനായ സർവ്വസുഖങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യമുള്ളവരല്ലേ പ്രഭുക്കന്മാർ. അവരുടെ കയ്യില്ലാത്ത ഐശ്വര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഞാനൊരു പ്രഭുവാണ്. അങ്ങനെ മനസ്സിന് വിചാരിക്കുകയാണ്, മനസ്സിൽ ഒപ്പിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ സർവ്വസുഖം, ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളൊന്നും ഇവിടെയല്ല. ഞാൻ അനുഭവിച്ചതുപോലെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? നമ്മളിൽ ചിലരെങ്കിലും പറയാറില്ലേ? അതേപോലെ സർവ്വസുഖങ്ങളും ഈ ലോകത്ത് എന്തൊക്കെ സുഖങ്ങളുണ്ടോ, സമ്പത്തിൻ്റെ സുഖമായിട്ട്, സൗഭാഗ്യത്തിൻ്റെ സുഖമായിട്ട്, ഐശ്വര്യത്തിൻ്റെ സുഖം, ഐശ്വര്യം മീൻസ് പിന്നെ സൗന്ദര്യം, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ പിന്നെ ആഭരണ ഭൂഷാദികൾ, പിന്നെ കഴിക്കുന്ന ആഹാരം രീതികൾ, അല്ലെങ്കിൽ എന്തെല്ലാം സുഖസൗകര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് സർവ്വസുഖം ഇല്ലേ? സർവ്വസുഖവും തികഞ്ഞ ഒരു വ്യക്തിയാണെന്ന് അങ്ങ് ധരിക്കുന്നു. അങ്ങനെയുള്ളവരാണെന്നെങ്കിൽ പോലും അങ്ങനെ വിചാരിക്കുന്നു. നമ്മുടെ മനസ്സിൽ കൊടുക്കുന്ന വിചാരങ്ങളാണ്. മനസ്സിൽ ഓരോരോ തസ്തികയിൽ കയറ്റി വെക്കുന്ന ഭാഗങ്ങളാണ് പ്രഭു. സർവ്വസുഖ സമ്പന്നനാണ്. പിന്നെന്താണ്? ഞാൻ സിദ്ധനാണ്. സിദ്ധൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകാശത്ത് കൈ കാണിച്ചിട്ട് എന്ത് വരുത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ സിദ്ധൻ, കഴിവ്. അങ്ങനെ പലതും അവലംബിച്ച് എല്ലാ രീതിയിലും മറ്റുള്ളവരെക്കാൾ നല്ല രീതിയിൽ എല്ലാ സർവ്വഗുണങ്ങളും തികഞ്ഞ ഒരു സിദ്ധൻ എന്നുള്ള ആ ഭാവം. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഞാൻ ബലവാനാണ്. ബലവാൻ എന്ന് പറഞ്ഞാൽ ആർക്കും അവരെ പിന്നെ അവരുടെ മുമ്പിൽ ആർക്കും ബലം പരിശോധിക്കാനും പ്രയോഗിക്കാനൊന്നും കഴിയില്ലാത്ത ആ ഒരു രീതിയാണ്. പിന്നെ പറയുന്നു സുഖിയാണ്. സുഖിയിൽ പല അർത്ഥങ്ങളുണ്ട്. എല്ലാ തരത്തിലുമുള്ള സുഖി അല്ലേ? മനുഷ്യൻ ജീവിതത്തിൽ എന്തിനാ കിടന്ന് ഈ ഓടുന്നേ? മറ്റുള്ളവരെല്ലാവരും അനുഭവിക്കുന്നതിൽ അപ്പുറം സുഖം. ആ സുഖം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും.
ആ തരത്തിലുള്ള സുഖങ്ങൾ അനുഭവിച്ച് ഉള്ള സുഖിയാണ് ഞാൻ. ആഠ്യനാണ്. എന്നെ കണ്ടാൽ ഒരാൾ പോകുമ്പോൾ പ്രഭു എന്ന് പറയുമ്പോൾ അങ്ങേർക്കൊരു ചിട്ടവട്ടവും അങ്ങേർക്കൊരു രൂപ ഇതൊക്കെ ഉണ്ടാവും, ഒരു അത് ആ ഒരു ഇതിനെ പറഞ്ഞ ഞാൻ ആഠ്യനാണ്. എന്നെ കണ്ടാൽ ഞാൻ ആഠ്യത്തുള്ളവനാണ്. എന്നെ വെല്ലാൻ ഇനി ഇവിടെ ആരുമില്ല. പക്ഷെ നല്ല ഗുണങ്ങളാണെങ്കിൽ പോലും അത് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താക്കുന്നു, അത് ഞാനാണ്, എല്ലാം ഞാനാണെന്നുള്ള ഞാൻ ഒരു ചെറിയ ഞാൻ അതിനകത്ത് തികഞ്ഞു വരുന്നുണ്ട്. ചെറിയ ഞാൻ എന്ന് പറയുന്നതിനേക്കാളും ഞാൻ ആഠ്യനാണ്, ഞാൻ പ്രഭുവാണ്, ഞാൻ സുഖിയാണ്, ഞാൻ അനുഭവിക്കാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല എന്നുള്ള ആ ഒരു ഭാവത്തിനെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ ഉത്തമ കുലജാതനാണ് ഞാൻ, ഈ ബ്രാഹ്മണനാണെന്ന് വെച്ചു, ആഠ്യ ബ്രാഹ്മണൻ. സാധാരണ നമ്മൾ ബ്രാഹ്മണന്മാരോടാണ് ആഠ്യത്വം പറയുന്നത്. അവർക്കാണ് എല്ലാ രീതിയിലുമുള്ള ആഠ്യത്വം ഇപ്പോൾ കാണിക്കുന്നവരല്ലേ. അവരുടെ പ്രവൃത്തികൾ, അവരുടെ നിയമങ്ങൾ, അവരുടെ ഉച്ചാരണങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ എല്ലാ രീതിയും അവർക്കൊരു ആഠ്യ ബ്രാഹ്മണൻ എന്ന് പറയും. അപ്പം അങ്ങനെ ഞാൻ ആഠ്യനാണ്, ഉത്തമ കുലജാതനാണ്. പിന്നെ എന്നെ പോലെ മറ്റാരുണ്ട്? ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതുപോലെയാണ് ഒരു ഉപമ പറയാൻ പോലും വേറൊരാൾ ഉണ്ടാവില്ലാതെ നിൽക്കുന്നൊരവസ്ഥ അല്ലേ. എല്ലാ തരത്തിലും ഞാൻ വലിയ യാഗങ്ങൾ ചെയ്യുന്നു. യാഗങ്ങൾ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? അധികം പണം വേണം, പിന്നെ കുതിരകൾ വേണം, പിന്നെ രാജാക്കന്മാർ വേണം, പിന്നെ അതുപോലെ തന്നെ ബ്രാഹ്മണന്മാർ വേണം അല്ലേ. ഇങ്ങനെ ഓരോരോ തസ്തികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് യാഗം നടത്താൻ പറ്റും. ആ യാഗം നടത്തുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു കുബേരനായിരിക്കണം. അവർക്കൊക്കെ യാഗം നടത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഞാൻ ധാരാളം ദാനം ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കഷ്ടം. ഈ ദാനത്തിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം കേട്ടോ. ഈ ദാനം ചെയ്യുന്നവൻ, ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നു. അവിടെ മനസ്സിൻ്റെ ഇഷ്ടത്തിനേക്കാളുപരി ഞാൻ കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യം. അങ്ങനെ ഞാൻ കൊടുക്കുന്ന ആളാണ്, ദാനം ചെയ്യുന്ന ആളാണ്. പിന്നെ പറയുന്നു എന്നിങ്ങനെ പിന്നെ അജ്ഞാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ദമ്പമായ കൊടുങ്കാട് തളച്ചു അല്ലേ. ഇതെല്ലാം ഇവിടെ ഈശ്വരനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാനാണെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുത്ത് ഇതൊക്കെ ഞാനാണെന്ന്, ഇതൊക്കെ വലിയ ഒരു സംഭവമായിട്ട് എടുക്കുന്നു, ഞാൻ ഉണ്ടാക്കിയതാണെന്നുള്ള എൻ്റെ കഴിവിലാണ് അല്ലെ, എൻ്റെ ഒരു സൽസ്വഭാവത്താൽ. ഇതിലൊക്കെ നമ്മളൊരു അഹങ്കാരമല്ല പറയുന്നത്, ഇതെല്ലാം ഞാൻ ഉള്ളാലെ അറിയുന്നു. അങ്ങനെ അറിയാൻ പാടില്ല. ഒരു ഭക്തൻ ഞാൻ ഇതൊക്കെയാണെന്നറിയാമോ, ഞാൻ നിസ്സാരൻ, ഞാൻ നിർലോലനായ അല്ലെങ്കിൽ ഒരു ഭക്തനാണ്, ഒന്നിനോടും യാതൊരു വിധത്തിലുള്ള ആസക്തികളും ഇല്ലാതെ ഭഗവാനെ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഒരു ഭക്തൻ്റെ മുമ്പിൽ യാതൊരുവിധ സമ്പത്തുകളും അവന് ശൂന്യമാണ്. അവനതൊന്നും ഒരു അംഗീകരിക്കാൻ ഒരു ഇതുണ്ടാവും. കാരണം ആ ഭക്തിയിലൂടെ അവന് ജ്ഞാനം ഉണ്ടാവും. ആ ജ്ഞാനത്തിൽ അവൻ മനസ്സിലാക്കുന്നത് എന്താണ്? ഇവിടെ ഏറ്റവും വലിയ സാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരമാണ്. അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല അല്ലേ. പിന്നെ ഈശ്വരൻ്റെ കടാക്ഷത്തോടു കൂടി ജീവിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ അത് ഈശ്വരൻ്റെ ആനുകൂല്യങ്ങളായിട്ട് അനുഭവിക്കുന്ന ഭക്തരുണ്ട്. കാരണം അവരുടെ കർമ്മഗതിക്കനുസരിച്ച് അവരുടെ കർമ്മം തീരുവോടെ ഈ ഭൂമിയിൽ ജീവിക്കണം. പക്ഷെ അവരുടെ മറ്റുള്ളതിലും അവരൊന്നും അനുഭവിക്കുന്നതായിട്ട് ആരും കാണിക്കില്ല. ആരുടെ ഡംബു അഹങ്കാരമൊന്നും കാണിക്കാതെ അവർ ഇതെല്ലാം എനിക്ക് ഈശ്വരൻ വച്ചിരിക്കുന്നതാണ്, ഇതൊക്കെ ഞാൻ അനുഭവിച്ച് കടന്നു പോകണം, ഇത് ഞാൻ അറിയാതെ വേണം അനുഭവിച്ച് പോകാൻ, അറിഞ്ഞ് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനിത് അനുഭവിക്കുന്നു എന്നുള്ള ഒരു ഭാവത്തോടു കൂടി നമ്മൾ ചെയ്യാൻ പാടില്ല. ഈശ്വര ഭക്തരായവർ, അതായത് ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി വിളിക്കുന്ന ഭക്തിയും ഈശ്വര സാക്ഷാത്കാരം നമുക്ക് ഇപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് ഈശ്വര തത്വങ്ങളും ആ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി വരുമ്പോൾ നമുക്ക് തോന്നും, നമുക്ക് ആ ഭഗവാൻ എന്നുള്ള ആ ഒരു പദവി, ഭഗവാന്റെ ആ പദവിയിൽ നിന്ന് വരുന്ന ആ സമാധാനവും ശാന്തിയും ഒരു സന്തോഷവും ഒക്കെയാണ് ഈ ലോകത്ത് നമുക്ക് സമാധാനമായിട്ടുള്ള. ബാക്കിയൊന്നും നമ്മുടെ കൂടെ വരില്ല. ഇപ്പം ഇവിടെ നമ്മൾ പോകുമ്പോൾ, മരിച്ചു പോകുമ്പം വീടിൻ്റെ വറ്റം വരെ മക്കൾ കരയില്ലേ. അത് കഴിഞ്ഞ് ആൺമക്കളാണെങ്കിൽ നമ്മളെ ശവദാഹം നടത്തുന്നത് വരെ വരും. അതിനപ്പുറത്തും ആര് മാത്രം ഉണ്ടാവും? നമ്മളും നമ്മുടെ ഈശ്വരനല്ലേ, ആത്മാവ് ഈശ്വരനായി മാറണം. പിന്നെ അവിടെ ആരും ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കണം, ഈ സ്വത്തുക്കളോ ഈ മക്കളോ ഈ കുടുംബ മഹിമകളോ ഇതൊന്നും നമ്മുടെ കൂടെ വരാത്തിടത്തോളം കാലം അത് നമുക്ക് സ്വന്തമല്ല എന്ന് മനസ്സിലാക്കാൻ ഒരു മനസ്സ് നമുക്ക് എന്നോ ദൈവം തരുന്നു. അന്ന് നമ്മൾ സുഖസൗകര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കിടക്കുന്നത് നമ്മൾ അറിയാതെ അനുഭവിക്കുമെന്നുള്ളതല്ല. അത് അതിലൊരു നാട്യത്വമോ അല്ലെങ്കിൽ ഒരു ഇത് കാണിക്കുകയോ, അത് മനസ്സറിയുകയോ മനസ്സറിഞ്ഞു പോലും നമ്മൾ
ആസ്വദിച്ച് പോകരുതെന്നാണ് ഈശ്വരനാണ് നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് സന്തോഷം. എപ്പോഴെങ്കിലും നമ്മൾ സുഖത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ഡബിൾ ദുഃഖം അതിൽ നിന്ന് നമുക്ക് തിരിച്ച് അനുഭവിക്കേണ്ടി വരും. അതാണ് സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, പുണ്യമുണ്ടെങ്കിൽ പാപമുണ്ട്, സത്യമുണ്ടെങ്കിൽ മിഥ്യയുണ്ട്, രാത്രിയുണ്ടെങ്കിൽ പകലുണ്ട്, ചിരിയുണ്ടെങ്കിൽ സങ്കടമുണ്ട് എന്നുള്ള തത്വം അത് സത്യത്തിൽ പരമാത്മ തത്വമാണ്. ഈശ്വരൻ ഇവിടെ പ്രകൃതി സൃഷ്ടിച്ചു അല്ലേ, ജീവജാലങ്ങളെ മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചു. ബുദ്ധിയും ബോധമുള്ള മനുഷ്യനാണ് ദൈവം അത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആരെന്നറിയാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കുകയും അതിലൂടെ ആ കുറവുകൾ നമ്മൾ നികത്തുകയും അതിലൂടെ നമ്മുടെ പോവേണ്ട വഴി തിരയുകയും അങ്ങനെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊഴിക്കുന്ന ബോധതത്വമാകുന്ന പരമാത്മ തത്വം നമ്മെ ആ സത്യങ്ങളെല്ലാം കുറേശ്ശെ മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ആനന്ദത്തിനുപരി ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും, ഇതൊക്കെ ഞാനാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് താൻ അറിയാതെ ഭക്തിഹീനനായി മാറുമ്പോൾ അവിടെ അഹങ്കാരമാകുന്ന ദമ്പമയമായ കൊടുങ്കാട് വളരും. അങ്ങനെ അത് വരാതിരിക്കാനാണ് ഹരിനാരായണ അങ്ങേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഈശ്വരൻ്റെ കടാക്ഷവും അനുഗ്രഹവും സുഹൃത്തും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ മനുഷ്യൻ എന്താണെന്ന് അറിയാനും മനുഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കാനും മനുഷ്യൻ്റെ ഉയർച്ച മനുഷ്യൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള വഴികൾ നമ്മൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങും അല്ലേ. അതാണ് ഇതിലെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഈ കാണുന്ന പ്രകൃതിമയമാകുന്ന ജഡസ്വരൂപത്തിൽ പ്രാണൻ കടന്ന് വിലസുന്നതാണ്. ആ പ്രാണൻ ഏത് സമയത്ത് വേണമെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ വെറും ജഡമാണ്. അത് മണ്ണിൽ തന്നെ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടായ നമ്മൾ പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിക്കുകയും ചെയ്യില്ലേ. പിന്നെ അവിടെ അച്ഛൻ, അമ്മ, ബന്ധു, സഹോദരൻ, ഭാര്യ, ഭർത്താവ് ഒന്നും പറഞ്ഞ് നമുക്ക് അവിടെ കേഴിക്കൊണ്ടിരുന്നത് കരഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പഠിപ്പിക്കുന്നില്ലേ. അപ്പോൾ നമ്മളെ ഈ ഞാനെന്ന് പിടിക്കുന്ന നമ്മളെപ്പോൾ ഞാൻ ഈശ്വരൻ്റെ പാദസേവനാണ്, ഞാൻ ഈശ്വരൻ്റെ സുഹൃത്താണ്, ഞാൻ ഈശ്വരൻ്റെ മിത്രമാണ്, ഞാൻ ഈശ്വരൻ്റെ ദാസ്യമാണ്, അല്ലെങ്കിൽ ഞാൻ ഈശ്വര കഥകൾ കേൾക്കുന്നവനാണ്. ഈശ്വരീയമായ അതാണ് മനുഷ്യനെ തിരിച്ചറിയിക്കാനാണ് ഈ ശരീരം നമുക്ക് മനുഷ്യൻ ആരെന്നറിയാൻ, താൻ എവിടുന്ന് വന്നു എന്നറിയാൻ തന്നെയാണ് നമുക്ക് ഈ ശരീരമില്ലാതെ നമുക്ക് ഇതൊന്നും അനുഭവിക്കുക. ഈ ഊർജ്ജവും ഫീലും ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ബോഡി വേണം. എന്തിനാണ്? ജ്ഞാനേന്ദ്രിയമാകുന്ന മനസ്സ് പഞ്ചേന്ദ്രിയങ്ങളിലും കർമ്മേന്ദ്രിയങ്ങളിലും അറിവ് കൊടുത്ത് അത് അനുഭവിച്ച് നമ്മൾ ആത്മാവിലേക്കാണ് നമ്മൾ അറിയുന്നത്. ഒരു സംഗീതം തന്നെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയാം ആ സംഗീതം നമ്മുടെ ആത്മാവിനെ തഴുകി കടന്നുപോയി. ഒരു സങ്കടമാണെങ്കിലും നമ്മുടെ ആത്മാവിനെയാണ് തഴുകുന്നത്. ഒരു സന്തോഷമാണെങ്കിലും ആത്മാവിനെ തഴുകും, കുറ്റബോധമാണെങ്കിലും ആത്മാവിനെ തഴുകും അല്ലേ. ചതിയാണെങ്കിലും നമ്മളത് പറയും. എല്ലാ സത്യവും മിഥ്യവും അവിടെ പറഞ്ഞ് ബുദ്ധിയിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ മനസ്സെന്ന് പറയുന്ന ഈ പ്രാപഞ്ചികമായ ഇതിൽ കിടന്ന് കുരുങ്ങുന്നത് കൊണ്ട് മനസ്സിന് ഇത് വ്യക്തത കിട്ടുന്നില്ല. ബുദ്ധി സത്യം പറയുന്നുണ്ട്, ബോധതലത്തിലൂടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ടാണ് മനസ്സ് മറ്റെല്ലാത്തിനും ഈ അറിവ് കൊടുക്കുന്നത്. പക്ഷേ ആ അറിവ് കൊടുക്കാൻ മനസ്സിന് ഏകാഗ്രത ഉണ്ടെങ്കിലേ സത്യവും മിഥ്യവും ബുദ്ധിയിൽ നിന്ന് കൊടുക്കുന്നത് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ബുദ്ധിക്ക് കിട്ടുന്ന ആ ബുദ്ധിയിലെ നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് വ്യക്തത കിട്ടാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകാഗ്രപ്പെടുത്തണം. അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ലക്ഷ്യം. മനസ്സിനെ ഈ പ്രകൃതി ദൃശ്യങ്ങളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഏകാഗ്രതയിലേക്ക് വരണം. അതിനെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക്. അല്ലാതെ നമുക്ക് ഒന്നിനും ഇതിൽ ചേരാനോ അതിൽ കയറാനോ ഒന്നും പറ്റില്ല. നമ്മൾ ആദ്യം പൂരിപ്പിക്കണം. ഇന്നതൊക്കെ ഉണ്ടെന്ന് പൂരിപ്പിച്ചിട്ടാണ് നമ്മളുടെ അടിയിൽ ഒപ്പിടുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ പ്രകൃതിയിലെ കാര്യങ്ങളെല്ലാം നമ്മളത് ആദ്യമേ അത് മനസ്സിലാക്കണം. നമ്മളോട് നോക്കിയാലേ നമുക്ക് പ്രകൃതിയെ മനസ്സിലാക്കാൻ പറ്റും. പ്രകൃതിയിൽ ഒരു ഇതാണ് നമ്മളെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പ്രകൃതി നമ്മളും തമ്മിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അന്വേഷിക്കുക. ആ ബുദ്ധിയൊക്കെ തരാൻ അവിടെ ബോധത്തിന് കഴിവുണ്ട്. ആ ബോധം പ്രകാശിപ്പിക്കാനാണ് നമ്മുടെ മനസ്സിന് ചിത്തശുദ്ധി ഉണ്ടാക്കുന്നത്. അതിനാണ് വ്രതവും ഭക്തിയൊക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇത് ആഗ്രഹമുള്ളൂ ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സകല സംതൃപ്തിയിലും എല്ലാത്തിലും സംതൃപ്തി കണ്ടെത്തി മനസ്സിന് ഏകാഗ്രതയോടെ നല്ല സ്ഥിരബുദ്ധിയോടുകൂടി ധൈര്യത്തോടുകൂടി ഈ ജീവിതം കർമ്മശുദ്ധിയോടുകൂടി കൊണ്ടുപോകാൻ അവസാനം ജീവിതം സാക്ഷാത്കരിക്കാനും നമ്മൾ എല്ലാവരും ഇതിന് വശം ബദലാകാൻ വേണ്ടിയാണ് നമുക്കിതൊക്കെ ഈ പുസ്തകങ്ങളിലെ വേദഗ്രന്ഥങ്ങളിൽ കൂടെ എല്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു ദമ്പമയമായ കൊടുങ്കാട്. ഞാനെന്ന് ഏത് നല്ല കാര്യത്തിൽ പറഞ്ഞാലും ചീത്ത കാര്യം പറ്റാൻ ഞാനെന്നാവുന്നു. അതെല്ലാം ഞാൻ എൻ്റേതായി മാറും. അതൊന്നും നമ്മുടേതല്ല, ഇതെല്ലാം ഈശ്വരൻ്റേതാണ്. നമ്മളെ ആഢ്യനാക്കുന്നത് ഈശ്വരനാണ്, നമ്മളെ പിച്ചക്കാരനാക്കുന്നത് ഈശ്വരനാണ്. ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങളാണ്. കുറച്ച് നല്ല കർമ്മങ്ങളോട് ചിലപ്പോൾ ആഢ്യനായിട്ട് ജീവിക്കും, കുറച്ച് മോശകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ
മോശക്കാരായിട്ടിരിക്കുക. അപ്പം നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു കർമ്മങ്ങളെല്ലാം ഭഗവാനായി സങ്കല്പിച്ച് ചെയ്യൂ. പുണ്യപാപ കർമ്മങ്ങൾക്ക് നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് പുണ്യവും വേണ്ട പാപവും വേണ്ട, അപ്പോൾ പിന്നെ ജന്മവും ഉണ്ടാവില്ല. അപ്പോൾ ആ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മളെന്തുകൊണ്ട് വ്യതിചലിപ്പിച്ച് കൊണ്ടുപോയി സാക്ഷാത്കാരത്തിനുള്ള വഴി തേടുക. അതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ധന്യോഹമെന്ന് അതിമന്യോഹം എന്നും അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനും എന്നും ഉടൽ ഒന്നല്ല കാണുകൊരു ദമ്പമയം കൊടുങ്കാട് ദമ്പമയം ഒന്നിച്ചുകൂടിയത് നാരായണ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനെ ദുഷ്ടത്തരങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ നല്ലവനാണ്, നല്ല കാര്യം ചെയ്തവനും മറ്റവർക്ക് ഗുണം ചെയ്തവനും യാഗം നടത്തിയവനും ഇങ്ങനെ അതൊക്കെ ഞാനാണെന്നുള്ള എന്തും ഞാനെന്നുള്ള ആ ഒരു വിചാരം. നല്ല കർമ്മം നമ്മൾ ചെയ്തെങ്കിലും അത് ഈശ്വരൻ ചെയ്തു എന്ന് ഞാൻ ചെയ്തു എന്ന് പറയണ്ട. അപ്പോഴാണ് നമ്മുടെ മനുഷ്യജന്മത്തിന് എന്തുണ്ടാകുന്നത്? മാനുഷിക മൂല്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സത്സംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച വരുന്നത്. ഞാൻ ഇതിനിടയ്ക്ക് 25-ാം തീയതി മൂകാംബികയിൽ പോകാനൊരു അവസരം എനിക്ക് ഗുരുവായൂരപ്പൻ തന്നു. അങ്ങനെ മൂകാംബിക അമ്മയെ പോയി തൊഴുതു പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് അവർ ഭയങ്കര തിരക്കായിരുന്നു, എന്നാലും നന്നായി തൊഴുതു. ഭയങ്കര സന്തോഷമാണ്. ആ അമ്മയെ തൊഴുതിട്ട് വന്നതിന് ശേഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ആഹ്ലാദം ഉള്ളിനകത്തുണ്ടേ. അത് നമുക്ക് പുറത്തൊന്നും ആരോടും പറയാൻ പറ്റില്ല. അത്ര കാണാൻ പെട്ടെന്നൊന്നും പോയി സാധിക്കുന്ന ഒരു കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ്. അപ്പോൾ മക്കൾ രണ്ടുപേരും കൂടി എന്നെ കൊണ്ടുപോയി നന്നായിട്ട് തൊഴുതു. സന്തോഷം. ആ 2 ദിവസം സത്യം പറഞ്ഞാൽ ഞാനെന്നൊന്നും ഇല്ല, എന്തോ ഒരു ആനന്ദത്തിലായിരുന്നു അത്രയും സമയം. അതൊരു വലിയ ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ആനന്ദമാണ്. അതെന്താണെന്ന് അറിയില്ല, നല്ലൊരു സന്തോഷമാണ്. എല്ലാവർക്കും ഈ ഭാഗ്യങ്ങളും സന്തോഷവും മനസ്സിലെന്നും സന്തോഷത്തോടെ എന്തൊക്കെ വന്നാലും നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പഴയുള്ള കർമ്മങ്ങളുടെ ഫലത്തിൻ്റെ അളവ് കുറയും. നമുക്ക് ആ മനസ്സിന് ആശ്വാസം കണ്ടെത്താൻ കഴിയൊക്കെ അതിലൂടെ കഴിയും. എന്തായാലും ഈശ്വരൻ എന്നൊരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു പരമാത്മ തത്വം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിലുണ്ട് എന്നറിയുന്നത് തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിലെ ഇങ്ങനെ കഴിഞ്ഞു പോകാനുള്ള ധൈര്യം. അവനവന് സ്വയം മാത്രമേ ആ ധൈര്യം നേടിയെടുക്കാൻ പറ്റൂ. ആരും നമ്മുടെ കൂടെ വന്ന് ആ ധൈര്യം ഉണ്ടാക്കി തരില്ല. അത് നേടിയെടുക്കുന്നതിനാണ് നമ്മൾ ഈ വഴിയിലേക്ക് തിരിയുന്നത്. നമ്മളെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു നോക്കുമ്പോൾ നമ്മുടെ പുറകിൽ ഒരു സന്യാസത്തിനും പോകണ്ട. പറഞ്ഞില്ലേ, മനസ്സാണ് ഈ പ്രപഞ്ചം മുഴുവൻ കാണുന്നത്. നമ്മൾ എന്ത് കണ്ടു കാണും? മനസ്സും ജ്ഞാനേന്ദ്രിയം നമുക്ക് അറിവ് തരണുണ്ടല്ലേ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ. ആ കണ്ണും മൂക്കൊക്കെ മനസ്സ് ചുമ്മാ ഇരുന്നാൽ നമ്മുടെ കണ്ണും മൂക്കൊക്കെ പ്രവർത്തിക്കുമോ? ഇല്ലേ? അപ്പം ആ മനസ്സ് പ്രവർത്തിപ്പിക്കുന്നത് ബോധമാണ്, പരമാത്മ തത്വം അത് ഉള്ളതാണ്. അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ വേറെ ഒരു ഭയവും നമ്മുടെ ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ വേണ്ടാത്തൊരു നാശവും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഭഗവാൻ അറിയുമ്പോൾ പിന്നെ നമുക്കൊന്നും ഉണ്ടാവുന്ന സുഖം എന്നല്ല. സുഖമില്ല, അവിടെ സുഖമല്ല. നമ്മൾ ആനന്ദം കണ്ടെത്തുകയാണ്, ഇല്ലേ? ആ കണ്ടെത്തലാണ് നമ്മുടെ മനുഷ്യൻ്റെ വിജയം. അതാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. അത് കണ്ടെത്തി കഴിയുന്നവർക്ക് ഈ ഭൂമിയിൽ മുമുക്ഷുക്കളാണെന്ന് പറയാം. കാരണം എല്ലാ തലത്തിലും തൃപ്തിയായി കഴിയുന്നവർക്ക് പിന്നെ എന്തിനെങ്കിലും ആഗ്രഹമുണ്ടോ? ആർത്തി ഉണ്ടാവും. നമ്മളെ കഴിഞ്ഞു പോകും. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ അത് കടക്കേണ്ട രീതിയിൽ കടക്കും. പക്ഷേ നമ്മളും അതറിയുന്നില്ല. നമ്മൾ ഈ പരമാത്മ തത്വം എന്നുള്ള ചിന്തയിൽ നമ്മുടെ മനസ്സും ശരീരവും കർമ്മവും എല്ലാം, അവിടെ കർമ്മത്തിൽ നമ്മൾ ആരെയും ഒഴിവാക്കില്ല, ആരോടും പരിഭവമില്ല, ആരോടും പിണക്കമില്ല. കുഞ്ഞു കുട്ടികൾ വേറെ ആളുടെ എൻ്റെ ആളുടെ ഒന്നില്ല. പിന്നെ വയസ്സായവരോട് ബഹുമാനം, അവരെ നമുക്ക് ഒന്ന് നോക്കാനൊന്ന് തൊടാനുമുള്ള മനസ്സ്. എത്ര വയ്യാതെ കിടക്കുന്നവരൊന്നും തൊട്ട് നമുക്ക് ഉറവുണ്ടോ ആവോ വയ്യ എന്ന് ചോദിക്കാൻ, ഇച്ചിരി വെള്ളം കൊടുക്കാനും അവർ ശുശ്രൂഷിക്കാനും. അതായത് ഈ ശുശ്രൂഷ എന്നൊരു മനസ്സ് നമുക്ക് ആരെന്നൊന്നും ഇല്ലാതെ തോന്നും. അതാണ് പരമാത്മ തത്വം. കാരണം ഈശ്വരനെ എല്ലാവരും ഒന്നാണ്. ആരുടെയും അവനവൻ്റെ കർമ്മമാണ്. ഒരമ്മയ്ക്ക് എല്ലാ മക്കളും തുല്യം. ഒരു മോൻ മോശത്തരം കാണിക്കുമ്പോൾ ഒരടി അമ്മ കൊടുക്കും. അത് അമ്മയ്ക്ക് മോനോട് വിരോധം ഉണ്ടായിട്ടാണോ? തെറ്റ് തിരുത്തുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ഇവിടെ ഉണ്ടായാലും ചില തെറ്റുകളാണ് നമ്മളിൽ ഉണ്ടാകുന്നെങ്കിൽ അത് തിരുത്തപ്പെടും. തിരുത്തി ആ തിരുത്തലിന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ തെറ്റുകൾ ചെയ്യാൻ നമ്മൾ പഠിക്കരുത്. ഈശ്വരീയമായ വഴിയിൽ പോയാൽ മാത്രമേ വീണ്ടും തെറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യപരമായ രീതിയിൽ നമ്മൾ വീണ്ടും എനിക്ക് എൻ്റെ എന്നുള്ള ഒരു വാശി ഉള്ളിൽ കിടക്കുമ്പോൾ തെറ്റുകൾ ചെയ്യാനേ നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്നുള്ളൊരു ഇത് വിടാതെ എല്ലാവരെയും എപ്പോഴും ഒരു സന്തോഷം. നമുക്ക് എന്ത് വേദന വന്നാലും അത് ഭഗവാൻ നോക്കിക്കോളും, കരകയറ്റിക്കോളും എന്നൊരു ഉറച്ച വിശ്വാസമല്ല, ഉറപ്പന്നെ ഞാൻ പറയും. ബാക്കിയെല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാനാണ്. നന്ദി, നമസ്കാരം. നാരായണായ നമ, നാരായണായ നമ,
നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ധന്യോഹമെന്നു മതി അന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനുമെന്നുമുടൻ ഒന്നല്ല കാണൊരു കൊടുങ്കാടുടംഭമയ ഒന്നിച്ചു കൂടിയത് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.